മോശം രീതിയിൽ ഉൽപ്പാദിപ്പിക്കുക, മോശം നിൽക്കട്ടെ, നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള മാർഗങ്ങളാണ് ഇവിടെ പറഞ്ഞത്. റെക്കഗ്നൈസേഷൻ, നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക മാക്സിമം, അതായത് അഭിനന്ദിക്കുക, കാര്യങ്ങൾ പറയുക. ഒരാൾ നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ നന്നായിട്ടുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഒരു നഷ്ടമില്ല, ലാഭമേ ഉള്ളൂ. നമ്മളെ ബോഡിയിലും അയാളുടെ ബോഡിയിലും ഡോപ്പാമിൻ ഉൽപ്പാദിപ്പിക്കൂ. നമ്മൾ കോമഡിക്ക് വേണ്ടി എപ്പം പറയൂ, ആരും റെക്കഗ്നൈസ് ചെയ്യുന്നില്ലെങ്കിൽ സ്വയം റെക്കഗ്നൈസ് ചെയ്യാം. എന്നാ വഴി? എല്ലാം ഓഫീസെല്ലാം കഴിഞ്ഞ് എല്ലാം കൂടി വീട്ടിലെത്തി ഒരു ഇതുമില്ല, ആരും മൈൻഡ് നമ്മൾ വലിയൊരു കാര്യം ചെയ്തിട്ടുണ്ടാവും, ഒന്നുമില്ല, കണ്ണാടിന്റെ മുന്നിൽ പോവുക, മുതുകത്ത് തട്ടിട്ട് ഉഷാറായി മോനെന്ന് പറഞ്ഞിട്ട് നമ്മളെ അങ്ങോട്ട് അഭിനന്ദിക്കുക. സെൽഫ് റെക്കഗ്നൈസേഷൻ അതെങ്കിലും ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ ഈ ഡോപ്പാമിന്റെ അളവ് കൂടും. കാരണം പ്രശ്നം വന്നാൽ പരിഹരിക്കാൻ നമ്മളെ ഉണ്ടാവും. അപ്പൊ ഇത് മെല്ലെ അടിച്ച് കയറ്റിയേക്കണം. ഗെറ്റിംഗ് ന്യൂ തിങ്സ്, പുതിയ കാര്യങ്ങൾ വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഡോപ്പാമിന്റെ ഇത് കൂടും. പുതിയ ഷർട്ട് വാങ്ങിക്കുക, പുതിയ കളിപ്പാട്ടം കുട്ടിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. നിങ്ങൾ എന്ത് സംഭവം നോക്കിയാൽ മതി, ഒരു സ്ഥിരം ഉപയോഗിക്കുന്നതായിരിക്കും, പക്ഷെ ഒരു പുതിയൊരു പെണ്ണ് കിട്ടുമ്പോൾ തന്നെ ഒരു സന്തോഷമായിരിക്കും ഉണ്ടാകുക, അല്ലെ? അപ്പൊ പുതിയ എന്തൊരു സാധനം വാങ്ങിക്കുമ്പോൾ ഡോപ്പാമിന്റെ അളവ് കൂടും. പിന്നെ ഏറ്റവും ഈ മൂന്നാമത്തെ സാധനം എപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, സൈലന്റ് 10 minutes. ഇത് നല്ലൊരു ടൂളാണ്. സൈലന്റ് 10 minutes എന്ന് പറയുന്നത് ഒരു ദിവസം നിങ്ങളൊരു 10 minute എങ്കിലും നിങ്ങൾക്കായിട്ട് മാറ്റി വെക്കുക, ഒന്നും ചിന്തിക്കാണ്ട്. നിങ്ങൾ തലയിൽ ഒരു കാര്യമായിട്ട് എടുത്തോണ്ട് വളരെ ഫ്രീ ആയിട്ട് വെറുതെ ഇരിക്കാൻ വേണ്ടി നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും പാഷൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം ചെയ്യാം, നമുക്ക് അത്ര ഇൻട്രസ്റ്റ് കിട്ടുന്ന എന്തെങ്കിലും ഒരു സാധനം ചെയ്യാം. വേറെ ഒരു കെട്ടുപാടുകളും തലയിലെടുത്ത് വെക്കാണ്ട്, ഒരു ഉത്തരവാദിത്വം എടുക്കാണ്ട്, ഒന്നും ചെയ്യാണ്ട് ഒരു 10 minute നിങ്ങൾക്ക് പോസ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ ഒരു 10 മണിക്കൂറിന്റെ പവർ നിങ്ങൾക്ക് കയ്യിൽ നിന്ന് കിട്ടും. അതിലേക്ക് പ്രാക്ടീസ്. ഇതിനെ കൊണ്ടൊന്നും ഒരു നഷ്ടമില്ല. നമ്മൾ 10 minute പോവില്ലേ എന്ന്, 10 minute എന്നല്ല, നമ്മൾ എത്രയും മണിക്കൂർ പോക്കുന്നുണ്ട് ടെൻഷൻ അടിച്ചിട്ടല്ലോ. അപ്പൊ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ 4ാമത്തെ കാര്യം പറയേണ്ട ആവശ്യമില്ല, സ്മൈൽ ചെയ്യണം. സെൻസ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ പരീക്ഷണം തന്നെയാണ്. ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഡോപ്പാമിന്റെ അളവ് കൂടും. ഞാനൊരു ലെവല് കൂടി എന്ന് എനിക്ക് ഫീൽ ചെയ്യുമ്പോൾ, അത് പരീക്ഷ ജയിക്കലായിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്കൊരു ജോലിയിൽ പ്രൊമോഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്ത് കാര്യം ആയിക്കോട്ടെ, സെൻസ് ഓഫ് ഗ്രോത്ത് ഫീൽ ചെയ്യുമ്പോൾ ഡോപ്പാമിന്റെ അളവ് കൂടും. പിന്നെ ഡോണ്ട് കമ്പയർ, ഏറ്റവും വൃത്തിയുടെ സ്വഭാവമാണ് കമ്പാരിസൺ. ആ കമ്പാരിസൺ എന്ന് പറയുന്നത് സാധനം കൊണ്ട് ഞാനാണ്, നിങ്ങളാണ്, ആ കാര്യം എപ്പോഴും ഇതാക്കുക. അപ്പുറത്തും വലിയ മണിമാളിക പണിഞ്ഞെന്ന് വിചാരിച്ചിട്ടുള്ള ലോൺ തേച്ചു കൊടുത്തിട്ട് ഞാൻ മണിമാളിക പണിയുന്നതിൽ അർത്ഥമില്ല. സ്വസ്ഥമായിട്ട് നിൽക്കാനുള്ള സാധനങ്ങൾ മാത്രം കരുതുക, കാണുക. കമ്പാരിസൺ വഴി നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കോ, നിങ്ങൾ നാശത്തിലേക്കുള്ള പോക്കായിരിക്കും ഉണ്ടാകുക. കമ്പയർ ചെയ്യാൻ പാടില്ല. ഡോണ്ട് ബി സോ സീരിയസ്. മസിൽ പിടുത്തം ഒഴിവാക്കുക. ഡോപ്പാമിന്റെ അളവ് ഓട്ടോമാറ്റിക് ആയിട്ട് പോകും. വേണ്ടാണ്ട് മസിലും പിടിച്ചുകൊണ്ട് ഒരു കാര്യമില്ല, മസിൽ ഇതാകല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല. അടുത്തത് നമ്മള് സെറോട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ ഈ 3 ആക്ടിവിറ്റി കാര്യമായിട്ട് നോക്കിയാൽ മതി. ഒന്ന് ഹെൽപ്പിംഗ് മൈൻഡ്, എപ്പോഴും ഒരു ഹെൽപ്പിംഗ് മൈൻഡ് ഉണ്ടാകും. എവിടെയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക ആ സമയത്ത് ചെയ്യുക. ഹെൽപ്പ് നമ്മൾ വലിപ്പിക്കുന്ന ആളെ കൊണ്ട് ഇപ്പോൾ ഹെൽപ്പ് ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പുകൾ ചെയ്യാന്നുള്ള കാര്യം. ഒരു പ്രായമുള്ള ഒരു അമ്മമ്മ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഒന്ന് കൈ പിടിച്ചിട്ട് നമ്മൾ അപ്പുറം കടത്തി നോക്കുന്നത്, നമ്മൾ തിരക്ക് പിടിച്ച് ഓടുന്നതായിരിക്കും. എന്നാലും ഒരു 2 minute എടുത്തിട്ട് അവരാ ഒന്ന് കടത്തി കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന സന്തോഷം എന്തായിരിക്കും? അതേപോലെ തന്നെ നമ്മളെ ബോഡിയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് സെറോട്ടോണിന്റെ അളവ് കൂടും, ഉറപ്പാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, കൈത്താങ് ആങ്ങാൻ പറ്റുന്ന സ്ഥലത്ത് നമ്മൾ ഒരു കൈത്താങ് ആങ്ങി പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ഒരു സഹായമായിരിക്കും, നമ്മളെ ബോഡിയിൽ ഈ സാധനം കൂടും. അത് ഓർമ്മിക്കുക, സെറോട്ടോണിന്റെ അളവ് കൂടും. പിന്നെ അൺകണ്ടീഷണൽ ലൈഫ്, നാളെ നമുക്കൊരു ധാരണ വേണം, ഒരു പ്ലാനിങ് വേണം, സംഭവങ്ങളൊക്കെ വേണം എന്ന് വെച്ചിട്ട് അതുപോലെ നടന്നിട്ടില്ലെങ്കിൽ കൊണ്ടുപോയി ടെൻഷൻ അടിക്കാൻ പാടില്ല. ആരും നമുക്ക് ലെസൺ പ്ലാൻ പോലെ ഇത് പിന്നെ പ്ലാൻ ഒന്നും എഴുതാൻ ഭൂമിയിലേക്ക് വിടുന്നത്, നീ ഇന്നേതാവും, ഇനി ഇത് ഇന്നേതാവും, നാളെ ഇനി ഇത് ചെയ്യും എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ. നമുക്കൊരു രൂപരേഖ വേണം, വ്യക്തമായ പ്ലാനിങ്ങും എല്ലാ സംഭവങ്ങളും സ്ട്രക്ചർ എല്ലാം വേണം. പക്ഷേ എവിടെയെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ കൊണ്ടുപോയി അൺകണ്ടീഷണലായിട്ട് ലൈഫ് മുമ്പോട്ട് പോകും, അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുകയും ചെയ്യും. അതാണ് അതിന്റെ മെയിൻ ആയിട്ട് കാര്യം. പിന്നെ അടുത്ത നൺ ഓഫ് യുവർ ബിസിനസ്, അതായത് നമ്മൾ ചെയ്യുന്ന കാര്യം ആത്മാർത്ഥമായി മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിലാണ് ചെയ്യുന്നത്, എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ചെയ്യുന്നത്, അത് മറ്റുള്ളവരെ അങ്ങനെ ബാധിക്കുന്നില്ല. പിന്നെ അതിന്റെ മേലെ കയറിയിട്ട് കുറ്റപ്പെടുത്തലോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, തലയിലെടുത്ത് വെക്കാൻ പാടില്ല. നൺ ഓഫ് യുവർ ബിസിനസ്. ആ ഫീലിംഗ് ഇതാക്കുക. നമ്മളെ വിമർശിക്കാം, കുറ്റപ്പെടുത്താം, അർഹിക്കുന്ന ആളെടുക്കുക എന്നുള്ള മാത്രമേ നമ്മളെ തലയിലെടുത്ത് വെക്കാവൂ. കണ്ടോ പറയുന്നത് കേട്ടിട്ട് നമ്മളെ ടെൻഷൻ എടുത്ത് തലയിൽ കയറ്റരുത്. അതാണ് ഈ പറയുന്ന സാധനങ്ങൾ നൺ ഓഫ് യുവർ ബിസിനസ് ആയിട്ട് മാറുക. ലാസ്റ്റത്തെ സാധനമാണ് എന്ത് പറയുന്നത്, 4ാമത്തെ ഹോർമോണായ ഓക്സിറ്റോസിൻ. ഈ ഓക്സിറ്റോസിൻ എപ്പോഴും ടച്ചുമായിട്ട് ബന്ധപ്പെട്ടാണ്, കുട്ടികളെല്ലായിട്ടാണ് മെയിൻ ആയിട്ടുള്ള. സ്കിന്നി ടു സ്കിന്ന് ടച്ച് ചെയ്യുമ്പോഴാണ് ഓക്സിറ്റോസിന്റെ അളവ് കാര്യമായിട്ട് കൂടുക. പ്രത്യേകിച്ചും ഈ ആക്ടിവിറ്റി ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ ഓക്സിറ്റോസിന്റെ അളവ് പിന്നെ ലേഡീസിന്റെ ബോഡിയിൽ നല്ലോണം കൂടും. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതേ സംഭവം തന്നെയാണ് ഈ പിന്നെ പാലിന്റെ ഇതിനും
ഈ യൂട്രസ് കോൺട്രാക്ട് ചെയ്യാനൊക്കെ കാരണം ഈ ഓക്സിറ്റോസിന്റെ അളവ് കൂടുന്ന ഈ സംഭവമാണ്. അത് വിട്. പിന്നെ വരുന്ന ഇത് ആക്ടിവിറ്റി ചെയ്യാനുള്ള ഏറ്റവും നല്ല സാധനം ടച്ച് ആൻഡ് എംബ്രൈസ്. അതായത് ഒരാളെ സ്പർശനം കൊണ്ടോ അല്ലെങ്കിൽ അവരെ എംബ്രൈസ് ചെയ്യുന്ന സമയത്തോ രണ്ടാളെ ബോഡിയിലും ഓക്സിറ്റോസിൻ കൂടും. ഇത് പ്രത്യേകിച്ചും കുട്ടികളിലാണ് ഇത് കാര്യമായിട്ടുണ്ടാകുക. നമ്മുടെ സ്നേഹപൂർവ്വമുള്ള ഒരു തലോടല് നിങ്ങൾക്ക് തന്നെ ഊഹിച്ചാൽ മതി. നമ്മള് വളരെ സ്ട്രെസ്ഫുള്ളോ അല്ലെങ്കിൽ സിറ്റുവേഷനിൽ നമ്മൾ അടുത്തൊരാൾ വന്നിട്ട് ഒരു ചുമലിലൊന്ന് തട്ടിയാൽ മതി, അല്ലെങ്കിൽ കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് കുഴപ്പമില്ലടാ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഫീലിംഗ് ഭയങ്കരമായി. അതുകൊണ്ട് അയാൾക്ക് മാത്രമല്ല ഉപകാരം, നമുക്കും ഉണ്ടാവും. അപ്പൊ ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ് സാധനങ്ങൾ. അപ്പൊ എന്ത് ചെയ്യാ, നമ്മൾ ചില സംസാരേ ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു ടച്ച് ആയിരിക്കും ഉണ്ടാകുക. ആ ടച്ചുമ്പോൾ തന്നെ എല്ലാ കാര്യവും അവിടെ ഇതിലുണ്ടാവും. അപ്പൊ ടച്ച് ആൻഡ് എംബ്രേസ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരുടെയും പോയിട്ട് ഓക്സിറ്റോസിൻ ഉണ്ടാക്കാൻ വേണ്ടി ടച്ച് ചെയ്യാനല്ല, ഇതിന് വരെ വേറെ എന്തെങ്കിലും കൂടുക. അപ്പൊ ഓക്സിറ്റോസിന്റെ അളവ് കൂട്ടാനുള്ള സാധനമാണ് ടച്ച് ആൻഡ് എംബ്രൈസ്. പിന്നെ സ്പെൻഡ് ടൈം വിത്ത് എബോവ് 70 ഇയേഴ്സ് ആൻഡ് ബിലോ 60 ഇയേഴ്സ്. മാക്സിമം നമ്മൾ പ്രായമുള്ള ആളായിട്ടും അതേപോലെ തന്നെ കുട്ടികളുമായിട്ടും ഇടപെടുക. അല്ലാണ്ട് പ്രായമുള്ള ആളാവുമ്പോൾ അതിന് കണക്കായിട്ടുള്ള മൈൻഡിന് പ്രശ്നം ഉണ്ടാവും, കുറെ വാശികളും കാര്യങ്ങളെല്ലാം അവരുണ്ടാവും. നമ്മളും നാളെ ഇതേ സ്റ്റേജിൽ എത്തേണ്ടതാണ്. മോനെ മരുന്ന് വാങ്ങിച്ചിനോ, ഈ മരുന്ന് കുടിച്ചില്ല മറ്റേ അമ്മേനോടൊന്നും പറഞ്ഞത് കാര്യമില്ല. അവരൊപ്പരം കുറച്ച് സമയം ഇരുന്ന് വർത്താനം പറഞ്ഞ് ഒന്ന് കയ്യിലൊന്നും പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ആ ഒരു സംഭവം ഭയങ്കരമായിരിക്കും. ഇതുകൊണ്ടാണ് കുറച്ച് പ്രായമുള്ള ആള് പേരക്കുട്ടികളെടുത്ത് ഓമനിക്കുമ്പോ അവർക്ക് ഭയങ്കര പിന്നെ ഹാപ്പി വരുന്ന സാധനങ്ങൾ. അപ്പം എപ്പോഴും എന്ത് ചെയ്യുക, എബോവ് 70 ഇയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായിട്ടും ബിലോ 60 ഇയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായിട്ടും എപ്പോഴും നമ്മൾ ഇടപെടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഓക്സിറ്റോസിന്റെ അളവ് കൂടും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 4 ഹോർമോൺസും നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കേണ്ടിക്കൽ ഇന്നേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുമ്പോൾ ഇതങ്ങ് ഉണ്ടായിക്കോളൂ. നമ്മൾ ഇന്റൻഷനലി ചെയ്യണ്ട. ഇത് ഉണ്ടാക്കുമ്പോൾ ഗുണം എന്നാ, പല പ്രശ്നങ്ങളും വരുമ്പോൾ നമ്മളെ അങ്ങനെ അങ്ങോട്ട് ബാധിക്കൂല. ഓടാ പുല്ലേ എന്ന് പറയുന്ന ചിന്താഗതി നമുക്ക് അങ്ങോട്ടേക്ക് വരും. പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങാത്ത അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ എപ്പോഴും ലാസ്റ്റ് നമുക്ക് പറയാം, ഈ ഒരു ചിന്താഗതി മനസ്സിലുണ്ടാകുക. ഇത് പ്രശസ്തമായ ഇപ്പൊ മെസ്സേജുകളായിട്ട് വരുന്ന കാര്യങ്ങൾ ഒരുപാട് വ്യാപ്തിയുള്ള ഒരു ഡയലോഗായത്. ഈ സമയവും കടന്നു പോകും. അക്ബറിന്റെ സദസ്, അക്ബറിന്റെ എന്താ പറയുന്ന പിന്നെ കാണുന്ന സ്ഥലത്ത്, ബെഡ്റൂമിൽ കാണുന്ന സ്ഥലത്ത് എഴുതിയ കോട്ടിങ്സ് ആണ്. ബീർബലിനോട് പറഞ്ഞു ആ ബീർബൽ എഴുതിയ സംഭവമാണ് എന്താന്നുള്ളത്. ഏത് സമയത്ത് വായിച്ചു കഴിഞ്ഞാലും നല്ല ഫീലിംഗ് കിട്ടണം. നല്ല കാലമായാലും മോശം കാലമായി കഴിഞ്ഞാൽ ഈ സമയവും കടന്നു പോകും, കോവിഡ് കാലവും കടന്നു പോകും. അതാണ് ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ആ കടന്നു പോകാൻ ചില സമയം എടുക്കും, കടന്നു പോകും. വെയിറ്റ് ചെയ്യുക. അല്ലാണ്ട് അതിന്റെ പിന്നാലെ പോയിട്ട് ടെൻഷൻ അടിച്ച് പിടിച്ചിട്ട് കാര്യമില്ല. ഈ ചിന്താഗതി എപ്പോഴും നിങ്ങൾ പുലർത്തുകയും, നമ്മൾ ഈ പറഞ്ഞ കുറച്ച് സംഭവങ്ങളുണ്ട്, എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള ഇത് വന്നു കഴിഞ്ഞാൽ ഹാർട്ടിനെ ബാധിക്കും, കിഡ്നിനെ ബാധിക്കും, അതെല്ലാം പറഞ്ഞ് മൈൻഡ് സെറ്റാക്കുക, ശ്വാസം ശരിയാക്കുക, ആറ്റിറ്റ്യൂഡ് ശരിയാക്കുക, നമ്മുടെ ഹോർമോൺസിനെ ഇങ്ങനെ കുത്തിക്കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ സ്ട്രെസ് ഫ്രീ ആക്കിയിട്ട് അതിനെ സ്നേഹിച്ചിട്ട് ഐ ലവ് യു എന്ന് പറയാൻ വേണ്ടി നമുക്ക് പറ്റുമെന്നാണ് അർത്ഥം. അത് ഈ ക്ലാസ്സിന്റെ അയ്യോ എന്റെ അത് തന്നെയായിരുന്നു. ലാസ്റ്റ് ഈ സ്ട്രെസ്സിനെ നമ്മൾ സ്നേഹിക്കണ്ടെങ്കിൽ എന്ത് ചെയ്യണോ, ഇതിന്റെ വരും വരായകൾ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്, എന്നാലും ഞാൻ ഇത് പറയാം. സ്ട്രെസ് ഫ്രീ, ഈ ലാസ്റ്റത്തെ വാക്ക് സ്ട്രെസ്ഡ്, STRESSED, ഇതിനാ ബാക്ക് വഴിയ സ്പെല്ല് ഈ പിറകു ഇങ്ങോട്ടേക്ക് വായിച്ചു നോക്കുക. DESSERTS എന്ന് വായിക്കും. ഡെസേർട്സ് എന്നാവും. ഡെസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമി എന്ന് പറയുന്ന അർത്ഥമല്ല ഇവിടെ വരുന്നുള്ള മധുരം. ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ ഡെസേർട്സ് കഴിക്കും. അതായത് സ്ട്രെസ്ഡ് നേരെ തല പിടിച്ചടിച്ചു കഴിഞ്ഞാല് അതിന് നമുക്ക് മധുരാക്കാൻ പറ്റുമെന്നാണ് അർത്ഥം. അപ്പോ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. സ്ട്രെസ് എന്ന് പറയുന്ന സാധനം നമുക്ക് വലിയ ഒഴിവാക്കാൻ പറ്റുന്ന സാധനമൊന്നുമല്ല. ഇത് വേണം. അതിനെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെ വരുതിയിലാക്കി സ്നേഹിച്ച് നടപ്പാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രോത്താണ് ഉണ്ടാകുക. അല്ലെങ്കിൽ നമ്മൾ താഴോട്ടേക്ക് പോവുക ചെയ്യുക എന്നുള്ള മെസ്സേജ് പറഞ്ഞത് കൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഇത്ര സമയം എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. താങ്ക് യു. സാറേ, രാമൻ സാറേ, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ ആദ്യം ഒന്നും പറയുന്നില്ല. നമ്മുടെ പാർട്ടിസിപ്പൻസിനുള്ള അവസരമാണ്. സാറ് ആദ്യം ഇങ്ങനെ ചെറിയൊരു കുളിർ പോലെ അങ്ങ് വന്ന് കത്തിക്കയറുന്ന അനുഭവം ഉണ്ടായത്. ഏതായാലും ഞാൻ ആദ്യം ഒന്നും പറയാതെ ഉണ്ട്. ഞാൻ പാർട്ടിസിപ്പൻസിനെ വിളിക്കുകയാണ്. ഇന്ന് പങ്കെടുത്ത എല്ലാ ആളുകളും വളരെ ശ്രദ്ധയോടെ ഈ സമയം വരെ ഉണ്ടായി.
ഇതില് മുന്നോട്ട് വന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി ഞാൻ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ കൂടെ ഡോക്ടർ ജയരാജ് സാറുണ്ട്. ഡോക്ടർ ജയരാജ് സാറുണ്ട്. സാറിനെ ഞാൻ ജയരാജ് സാർ കേൾക്കാമോ? രാമേന്ദ്ര സാറേ സൗണ്ട് കുറവാ നിങ്ങളെ. കേൾക്കുന്നുണ്ടോ സാർ? രാമേന്ദ്ര സാറെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. രാമേന്ദ്ര സാർ, ബിനീഷ് സാർ ഇന്നത്തെ ഫാക്കൽറ്റി. ശരിക്കും പറഞ്ഞാലേ ഈ ക്ലാസ്സിലെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ ഇത്ര ഗഹനമായിട്ടുള്ള ഒരു ക്ലാസ് ആവുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. സാറിന്റെ ഈ ബിനീഷ് സാറിന്റെ പ്രൊഫൈല് ഒരു LICയിൽ വർക്ക് ചെയ്യുന്ന സാറ് ഇത്രമാത്രം ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ട് ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത് വളരെ വളരെ അഭിനന്ദനം അർഹിക്കുന്നു. കാരണം ശരിക്കും ഒരു സൈക്കോളജിസ്റ്റ് ക്ലാസ് എടുക്കുന്ന അതേ രീതിയിൽ അതിനേക്കാളും വളരെ, അതായത് സാറ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഇതിന്റെ സൈക്കോളജിക്കലായിട്ടും ഇതിന്റെ എല്ലാ രീതിയിലും നെർവസ് സിസ്റ്റത്തിലൂടെ സ്റ്റാർട്ട് ചെയ്ത് വളരെ വ്യക്തമായി വളരെ സിമ്പിളായി നമുക്ക് പറഞ്ഞു തന്നു. അതുകൂടാതെ അതിന്റെ പ്രശ്നങ്ങൾ എങ്ങനെയാ ഉണ്ടാവുക, സാധാരണ നമ്മുടെ ലൈഫിൽ എങ്ങനെയാ വരിക, അതുകൂടാതെ ഇതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ സാറ് വളരെ ഒരു ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ പ്രായോഗികമായിട്ടുള്ള രീതിയിലാണ് സാർ ഇത് അപ്രോച്ച് ചെയ്തത്. എന്തുകൊണ്ടും ബിനീഷ് സാറിന് ശരിക്കും വളരെ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാവരും, ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു, ഇതിൽ അറ്റൻഡ് ചെയ്ത പാർട്ടിസിപ്പേഷൻസിൽ എല്ലാവരും തന്നെ ഈ ക്ലാസ്സിൽ മുഴുവൻ സമയവും ഇരുന്ന് പഠിച്ചു എന്നുള്ളതാണ്. ഒരു എത്രയോ പുസ്തകം വായിച്ച അതിനേക്കാളും അറിവാണ് നമുക്ക് ഈ ക്ലാസ്സിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഞാനിതിനെ വളരെ നന്നായിട്ട് ഞാനിതിനെ ഉൾക്കൊള്ളുന്നു. ബിനീഷ് സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. ഇതുപോലെ ഈ ഒരു ക്ലാസ് സംഘടിപ്പിച്ച രാമേന്ദ്ര സാറിനും ആ ടീമിനും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സാർ. താങ്ക് യു ജയരാജ് സാർ, താങ്ക് യു. ഒന്ന് ജയരാജ് സാറിനെ പറ്റി ഒന്ന് പറഞ്ഞോട്ടെ. അദ്ദേഹം പയ്യന്നൂർ കോളേജ് കൊമേഴ്സ് വിഭാഗം HOD ആണ്. നമ്മുടെ SRC സ്റ്റഡി സെന്ററിന്റെ ഭാഗം കൂടിയാണ്. തിരക്കിനിടയ്ക്ക് തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല, എങ്കിലും നമ്മുടെ ഭാഗ്യത്തിന് എത്തിച്ചേർന്നു. മറ്റൊരു കാര്യം, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് ഇവിടെ ഏറെ പ്രസക്തിയുണ്ട്. സൈക്കോളജി മേഖലയിലും കൗൺസിലിങ്ങിലും വളരെയധികം ശക്തമായി നിലനിൽക്കുന്ന ആളാണ്. അതുമാത്രമല്ല, അദ്ദേഹം PhD ചെയ്തിട്ടുള്ള വിഷയം സ്ട്രെസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടതാണ് എന്നതാണ് മറ്റൊരു കോയിൻസിഡൻസ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഏറെ പ്രസക്തിയുള്ളതാണ്. സാറിനത് തീർച്ചയായും ഒരു തൊപ്പിയിലെ പൊൻതൂവലായി സ്വീകരിക്കാവുന്നതാണ്. താങ്ക് യു സാർ, താങ്ക് യു. ജയരാജ് സാർ പരിചയമുണ്ട്, നമ്മൾ കഴിഞ്ഞ ട്രെയിനിങ്ങിന് പരിചയപ്പെട്ടില്ലേ? ഫാക്കൽറ്റി ആയിട്ട് വന്നിട്ടുണ്ട് സാർ. അതെ, JCI പാപ്പൻശ്ശേരിയുടെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. അതെ അതെ അതെ. അല്ല, ബിനീഷ് സാറിന് നമുക്ക് ബിനീഷ് സാറിന് ഔദ്യോഗികമായിട്ട് നമുക്ക് 1-2 പ്രോഗ്രാമിനും കൂടി നമുക്ക് ക്ഷണിക്കണം എന്നുള്ളതാണ്. സാറ് മുമ്പെടുത്ത വിഷയവും ഈ വിഷയം തമ്മിൽ ശരിക്കും രണ്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിലും സാർ ഇത്രമാത്രം നന്നായിട്ട് പഠിച്ച് എടുക്കുന്നു എന്നുള്ളത് വളരെ കൗതുകം നൽകുന്ന ഒരു കാര്യമാണ്. നമുക്ക് നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. ശരിയാണ് സർ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു വൈഭവം സാറിന് എന്തോ അനുഗ്രഹമായി കിട്ടിയിട്ടുണ്ട്. ഏതായാലും ഞാൻ അധികം പറയാതെ മറ്റ് ആളുകളെ, നമ്മുടെ പഠിതാക്കളിൽ മറ്റാളുകളെ ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും പ്രകടിപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. ഹലോ സാർ, സേതു എന്നാണ് സാർ. ശരി സാറേ.
സാർ വളരെ കാര്യമാത്ര പ്രസക്തമായിട്ട് സാറ് കൃത്യമായിട്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പൊ ഈ സമൂഹം നേരിടുന്ന ഈ വെല്ലുവിളി നേരിടുന്ന ഈ സമയത്തും ഇത്രയും ലളിതമായിട്ടും ഇത്രയും രാഘവത്തോടെയും നമുക്ക് പറഞ്ഞു തന്നതിന് വളരെ സന്തോഷം സാർ. വളരെ കൺഗ്രാറ്റ്സ് സാറിന്. താങ്ക് യു സാർ. സാറേ ഇവിടെ എവിടെയാ? സാർ വാരം മാക്സിമം വാരം. ഓക്കെ സാർ, സാറിന്റെ നമ്പർ തരണം സാർ. ഒരു വാട്സപ്പില് സാറിന് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി രാമചന്ദ്രൻ സാറിന്റെ ഏൽപ്പിച്ചാൽ മതി. അവര് വാട്സപ്പില് ചെയ്ത് സാർക്കറിയാം. ഓക്കെ സാർ, താങ്ക് യു സാർ. താങ്ക് യു. ഹലോ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് വളരെ നല്ലോണം ഇഷ്ടപ്പെട്ടു. ആദ്യം കുറച്ച് സമയം നെറ്റിന്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെയായിരുന്നു ക്ലിയർ ആയത്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് വെച്ചാല് നമ്മൾക്ക് ഈ ക്ലാസ് ആദ്യം കണ്ടപ്പോ എങ്ങനെയായിരിക്കും എന്നുള്ളതിന് സ്ട്രെസ് മാനേജ്മെന്റിനെ പറ്റി മാത്രം പറയും എന്നുള്ള ഒരു കോൺസെപ്റ്റിലായിരുന്നു ആദ്യം ഇരുന്നത്. പക്ഷെ സാറ് ഓരോ മേഖലയിനി ആദ്യം സ്ട്രെസ് എന്താണ്, അത് എവിടുന്നാണ്, അതൊരു നമ്മുടെ ശരീരത്തിൽ സയന്റിഫിക്കലി ആയിട്ട് നടക്കുന്ന ഒന്നാണ്, അത് കുറച്ചും കൂടി നമ്മൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റെപ്പ് കയറുന്ന പോലെ നമ്മളെ കയറി വന്നത്. കാരണം നമ്മൾ അറിയുന്ന കാര്യം തന്നെയാണ് പലതും സാറ് പറഞ്ഞത്. പക്ഷെ അത് സാറ് പറഞ്ഞു തരേണ്ട രീതിയിൽ പറയുമ്പോൾ മാത്രമേ അത് നമുക്ക് ഹൃദയം കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്കൊരു ഡൗട്ട് ഉള്ളത് വെച്ചാല് ഇപ്പൊ പാരഡോക്സ് ഒക്കെ ഉണ്ടാവുമ്പോഴും ചില കൺഫ്യൂസിങ് ആയിട്ടുള്ള ഫാക്ട്സ് എല്ലാം കാണുമ്പോഴും നമ്മുടെ മനസ്സിലൊരു സ്ട്രെസ് ഫീൽ ചെയ്യാറില്ലേ? അപ്പോ ശരിക്കും ആ സമയത്ത് ഹൃദയമിടിപ്പ് കൂടുന്നതോ അങ്ങനെയൊന്നുമില്ല, പക്ഷെ നമ്മളെ എന്താ പറയാ മൈൻഡില് ഒരു ഫ്രസ്ട്രേഷൻ പോലെ ഉണ്ടാവില്ല. അപ്പൊ അതെന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് സാർ ഒന്ന് പറഞ്ഞു തരണമെന്നുണ്ട് സാർ. ആയിക്കോട്ടെ, പറയാലോ. സോറി. രാമചന്ദ്ര സാർ മ്യൂട്ടായിട്ടാണല്ലോ. അതെ. അതില് ശരിക്കും നമ്മള് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് പോലെ തന്നെ ഫ്രീസ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ഫ്രീസ് ചെയ്ത് പോവാന്ന് പറയും, ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരുന്നത്. അപ്പൊ ആ സമയത്ത് ഈ എന്താ പറയണ്ടേ ഹാർട്ട് റേറ്റും അങ്ങനെയൊന്നും വരില്ല. എന്ത് ചെയ്യണം എന്നുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് ബോഡിയിൽ നടക്കുക സംഭവം, ഡിസിഷൻ എടുക്കുക എന്നുള്ള സംഭവം. അതാണ് അതിന്റെ ബേസ്. താങ്ക് യു സർ. ഇത് അറിയുന്നുണ്ടായിരുന്നില്ല ഫ്രീസ് അങ്ങനെ ഉണ്ട് എന്ന്. അപ്പൊ അത് പറഞ്ഞതിൽ താങ്ക് യു. നിങ്ങൾ മുന്നോട്ട് കടന്നു വന്നതിന് നന്ദി. പ്രത്യേകിച്ച് ഇനി മറ്റാളുകൾ സാറിനോട് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്യുക, നിങ്ങൾക്ക് ചോദിക്കാം. സ്വയം അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാൻ സാധിക്കുന്നതാണ്. സർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചില കുറെ ഇങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്ത കൂട്ടത്തില് ഒരിടത്തുനിന്ന് എനിക്കൊരു വിവരം കിട്ടി. നല്ലോണം സ്ട്രെസ് ആവുന്ന സമയത്ത് ഒന്ന് എണ്ണിയാ മതി, നമുക്ക് പറ്റാവുന്നത്ര മനസ്സിൽ എണ്ണിയാല് നമ്മള് കാമാവും, മനസ്സ് കയറ്റ് ആവും എന്ന് പറയുന്ന കേട്ടോ. അതിനെപ്പറ്റി സാറിന്റെ അഭിപ്രായം എന്താണ്? കറക്റ്റ് ആണ്. നമ്മൾ പോയിന്റിൽ അത് പറയാനുള്ള ഒരു സംഭവം വിട്ടുപോയിരിക്കും. കാരണം വെച്ചാൽ അതൊക്കെ എന്താ ചെയ്യുന്നത്, നമ്മൾ ആ സ്റ്റിമുലസ് വന്ന സമയത്ത് ആ റെസ്പോണ്ട് ചെയ്യാനുള്ള ടൈം എടുക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. നമ്മളത് റിയാക്ഷൻ റെസ്പോൺസ് എന്ന് പറഞ്ഞില്ല, കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യുക, കൂളാക്കാനുള്ള ടൈം എടുക്കുക എന്നുള്ളൊരു മെത്തേഡാണത്. നമ്മൾ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുക, നടക്കുക എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവം തന്നെയാണ് അതും വരുന്നത്. മാഡത്തിന്റെ വീട് എവിടെയാ? പാക്കാണോ? പള്ളിക്കര ബേക്കൽ ഫോർട്ട്. പക്കറിയാം. കണ്ണൂർ കാസർഗോഡ് ജില്ലയുടെ കേരളത്തിലെ വടക്ക് ഭാഗം മൊത്തം ഉണ്ട് ഇതില്. അതെ. ഒക്കെ നമ്മൾ സ്ഥിരം ബന്ധപ്പെടുന്ന സ്ഥലമാണ്. താങ്ക് യു മാം. ഇനി മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം.
അല്ലെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ അതും പറയാം. സാറിന്റെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ തുറന്ന അഭിപ്രായങ്ങൾ ക്ഷണിക്കുന്നു. നമ്മുടെ DSC ബാച്ചിന് ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, അതുപോലെ CMLD ബാച്ചിന്. സാറേ പറയാം സാർ, പറയാം. സാറേ ഈ ബയോളജിക്കൽ പ്രോസസ്, ഈ ഹോർമോൺ റിലീസ് ചെയ്യുന്നതിന് നമുക്ക് പിന്നെ സൈക്കോളജിക്കലി നമുക്കത് ബാലൻസ് ചെയ്യാൻ പറ്റുമോ ശരിക്കും പൂർണ്ണമായിട്ട്? അതായത് ഹോർമോൺസ് നമ്മൾ എന്തായാലും അത് സ്റ്റിമുലേഷൻ ഉണ്ടാവുമല്ലോ, പക്ഷെ നമ്മൾ മൈൻഡിന്റെ പ്രോസസ്സും ഉണ്ട്. അതായത് സൈക്കോളജിക്കലി നമ്മളത് അതിന്റെ ഹൈക്കിനെ നമുക്ക് എത്ര കണ്ട് നമുക്കത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും സർ? അത് 100% എന്തല്ല നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളെ ഈ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, നമ്മൾ ഇത്രയും ചെയ്യുന്ന ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമ്മളെ ആ ബ്രെയിനിൽ നടക്കുന്ന ഇത് പിറ്റ്യൂട്ടറി അങ്ങനത്തെ ഇതുണ്ടല്ലോ, അപ്പൊ അത് സമയത്ത് അത് റിലീസ് ചെയ്യപ്പെടും, ഹോർമോൺസ് റിലീസ് ചെയ്യപ്പെടും. അപ്പൊ അതിന്റെ ആ എന്താ പറയണ്ടേ, ആ അളവ് ബോഡിയിൽ എപ്പം കൂടി നിൽക്കും. ഒരു മിനിമം ഒരു ഒപ്റ്റിമൽ ലെവലിൽ ഇപ്പം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ ചിന്താഗതി മാത്രമല്ല സാറേ, അതില് നമ്മളിപ്പം ഓരോ ഡോപ്പാമിൻ അങ്ങനെ ഓരോന്ന് പറയുമ്പോ നമ്മൾ ശരിക്കും കുറെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടല്ലോ, അത് ശരിക്കും ബ്രെയിനിൽ കണക്റ്റഡ് അല്ലേ? അതെ അതെ. അപ്പൊ അതിന്റെയാണ് അതിന്റെ സ്റ്റിമുലസ് ആയിട്ട് വരുന്ന സാധനങ്ങൾ. സാറേ അത് ഞാൻ ചോദിച്ചതല്ല, ശരിക്കും നമുക്ക് ഇതിന് ഇത്തരം കാര്യങ്ങൾക്ക് ഒരു കീമോതെറാപ്പി ഒരിക്കലും പോസിബിൾ ആണോ? ഏത്? അതായത് ഈ സ്ട്രെസ് മാനേജ്മെന്റിന്, അതായത് കീമോതെറാപ്പി ഉണ്ടല്ലോ സാർ, പിന്നെ ഡ്രഗ്സ് വെച്ചിട്ട് നമുക്ക് മാനേജ്മെന്റ് ചെയ്യാറുണ്ടോ, അല്ല അത് പോസിബിൾ ആണോ? പോസിബിൾ എന്ന് പറയുമ്പോൾ അതൊരു ശാശ്വത ഇതല്ലല്ലോ സാറേ, അത് തൽക്കാലത്തേക്കുള്ള മറ്റ് എഫക്റ്റുകൾ കുറക്കാൻ വേണ്ടി തൽക്കാലത്തേക്ക് അടിച്ചമർത്തല്ല സംഭവം ചെയ്യുന്നത്. സൈക്യാട്രിസ്റ്റ് അത് തന്നെയായിരിക്കും ചെയ്യുന്നത്. അതെ അതെ. അതായത് എന്താ പറയണ്ടേ, നമ്മളിപ്പോ ഒരു ചില അസുഖങ്ങൾ വന്നു കഴിഞ്ഞാല് പനിയാണ്, നല്ല ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥ വരുമ്പോൾ ഫസ്റ്റ് ഒരു ഇഞ്ചക്ഷൻ അടിച്ച് ആദ്യം അത് കുറക്കുക എന്നുള്ള പറയുന്ന സാധനം എത്തിയതിനു ശേഷമല്ലേ ചില ട്രീറ്റ്മെന്റെല്ലാം നടത്തുക. അതേപോലെ തന്നെ മറ്റ് എഫക്റ്റ് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഇതിനൊന്ന് അടിച്ചമർത്തുക ആദ്യം, അതിനുശേഷം ഇവരെ സൈക്കോളജിക്കലായിട്ട് റിലീസ് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെയല്ലേ സംഭവം ചെയ്യാം. അതെ അതെ സാർ, എന്തായാലും വളരെ സയന്റിഫിക്കൽ അപ്രോച്ച് ആയിരുന്നു സാർ. എന്തായാലും കൊള്ളാം, വളരെ ഇഫക്റ്റീവ് ആയിരുന്നു സാർ. താങ്ക് യു സാർ. ഓക്കെ ഓക്കെ. സർ ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഇപ്പോ ആങ്കർ ആൻഡ് സ്ട്രെസ്, ആർ ദോസ് ടു റിലേറ്റഡ്? തീർച്ചയായും. അപ്പൊ ഇത് രണ്ടും കൂടെ, ഇപ്പൊ സ്ട്രെസ്ഡ് ആവുമ്പോഴത്തേക്കും സംടൈംസ് ഔട്ട് ഓഫ് സ്ട്രെസ് വി ബിക്കം ആംഗ്രി, ആൻഡ് അറ്റ് ടൈംസ് വെൻ വി ആർ ആംഗ്രി വി ബിക്കം സ്ട്രെസ്ഡ്. രണ്ടും അങ്ങനെയാണല്ലോ റിലേഷൻ ഉണ്ടാവുക. ഹൗ ക്യാൻ വി മാനേജ് ബോത്ത് ദെൻ? ആങ്കർ അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് ഇപ്പൊ പറയാ, ഇതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് രണ്ട് സംഭവങ്ങൾ വരുന്നത്. സ്ട്രെസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയി നമുക്ക് എന്ത് വരും, ആങ്കറിലേക്ക് പോകും. നമ്മൾ ആങ്കറിലേക്ക് പോകും. വാട്ട് അബൌട്ട് ഫ്രസ്ട്രേഷൻ? ഫ്രസ്ട്രേഷൻ ഇസ് ഓൾസോ ദ സെയിം. ഫ്രസ്ട്രേറ്റഡ് ആവുന്നത് അത് കാരണമായിരിക്കാം. ഇതൊക്കെ കൂടെ ഇപ്പൊ സാറിന്റെ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലായി സ്ട്രെസ് ഇങ്ങനെയൊക്കെ മാനേജ് ചെയ്യാന്ന്. പക്ഷെ there will be some situations in our life where we can't do anything. അപ്പൊ ഇതിന്റെ ആങ്കർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് വേറെ സംഭവം ഉണ്ട്. ഏറെക്കുറെ കുറെ സംഭവങ്ങളെല്ലാം ഈക്വൽ ആയിരിക്കാം, പക്ഷെ ആ ആങ്കറിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ആങ്കർ മാനേജ്മെന്റ് എന്ന് പറയുന്ന വേറൊരു സംഭവം ഉണ്ട്. ഇഷ്ടംപോലെ പറയാനുണ്ട്, ഏതൊക്കെ ടൈപ്പ് എങ്ങനെയാ വരുന്നത്, എന്താ സംഭവങ്ങൾ. അതിനെന്തെങ്കിലും ടിപ്സ് ഇപ്പൊ തരാൻ പറ്റുമോ സാറിന്? ഒന്ന് ഇത് തന്നെ ഏറ്റവും മെയിൻ, നമ്മളെ മെഡിറ്റേഷൻ, മൈൻഡിനെ കൺട്രോൾ ചെയ്യൽ തന്നെ സാധനം മെയിൻ ആയിട്ട്. മെഡിറ്റേഷൻ, യോഗ പ്രാക്ടീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം പരസ്പര പൂരകങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. ഓക്കെ സർ, ക്ലാസ് നന്നായിരുന്നു, നല്ല ഹെൽപ്ഫുള്ളും ആയിരുന്നു. താങ്ക് യു മാഡം. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാഡം. മാഡം ചോദിച്ചത് ഒറ്റ കുടുംബത്തിലെ വിഷയങ്ങളാണ് അല്ലേ?
സ്ട്രെസ്, ഏങ്കർ, ഫ്രസ്ട്രേഷൻ എല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങള്. അതെ അതെ. അപ്പൊ ആ വിഷയങ്ങളിൽ നമുക്ക് ഇനിയും മറ്റൊരിക്കൽ കണ്ടുമുട്ടാം അല്ലെ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതെ അതെ. ആ വിഷയങ്ങളിൽ മറ്റൊരിക്കൽ കണ്ടുമുട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ സമയം കുറച്ചധികമായി നമ്മൾ പിടിച്ചു വെച്ചിട്ട് സാറിൻ്റെയും ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പ്രതികരിക്കാം. സാറേ നമസ്കാരം. എൻ്റെ പേര് അനിൽകുമാർ, ഞാൻ കണ്ണൂരാണ്. സാറ് ക്ലാസ് തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ ക്ലാസ്സിലുണ്ട്. ഞാൻ ഭക്ഷണം കഴിച്ച ഉടനെയായിരുന്നു ഞാൻ ക്ലാസ്സിലേക്ക് വന്നത്. അപ്പൊ സാറ് തുടങ്ങിയപ്പോൾ തന്നെ എങ്ങനെയായിരുന്നു, ഭക്ഷണം കഴിച്ചാൽ ഇത് ബോറിംഗ് ക്ലാസ് ആയിരിക്കും, അങ്ങനെയാണ്, ഉച്ചയ്ക്ക് ശേഷം അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല, വളരെ എഫക്റ്റീവ് ആയിരുന്നു ത്രൂ ഔട്ട്. നമുക്ക് സൈക്കോളജിക്കൽ പറയുകയാണെങ്കിൽ നമുക്ക് 20 മിനിറ്റ്സ് ഒക്കെയാണ് നമുക്ക് വളരെ അക്യൂട്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മാറ്ററിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റുമെന്നൊക്കെ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. സാറിന്റെ ക്ലാസ് തുടങ്ങിയപ്പോൾ മുതൽ കുറച്ച് സമയം കുറച്ചൊരു ഈ ഓഡിയോയുടെ ഡിസ്റ്റർബൻസ് ഉണ്ടായി എന്നല്ലാതെ മറ്റൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നത് തന്നെയാണെങ്കിൽ പോലും സാർ അതൊന്ന് ഓർഡർ ആക്കി തന്നു, വളരെ ഉപകാരമായിരുന്നു. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. അതെ, അനിൽ സാർ പറഞ്ഞതുപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റെഡി ആവണേ. അനിൽ സാർ പറഞ്ഞതുപോലെ സാർ ആദ്യം വളരെ മനോഹരമായ ക്ലാസ് ആയിരുന്നു. തുടക്കം മുതലേ ഉണ്ട്. സത്യത്തില് പറഞ്ഞാല് ഈ ഒരു 2:30 എന്നുള്ളത് ഇന്ന് നല്ല തലവേദന ഉള്ളത് കൊണ്ട് വേണ്ട, അറ്റൻഡ് ചെയ്യണ്ട എന്ന് വിചാരിച്ചതാണ്. അപ്പൊ ഇപ്പോഴാണ് അതിന്റെ ശരിക്കും അതിന്റെ ഒരു ഭാഗ്യം തോന്നിയത്. കാരണം ആ ഒരു സിറ്റുവേഷനിൽ അറ്റൻഡ് ചെയ്ത് നോക്കാം എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് പോയത് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. ക്ലാസ് വളരെ മനോഹരമായിരുന്നു. അതിൽ എനിക്കൊരു ഡൗട്ട് ചോദിക്കേണ്ടത്, ഈ ശ്വാസവുമായിട്ട് വന്നപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ റിയാക്ഷനും റെസ്പോൺസും. അപ്പൊ ഈ റെസ്പോൺസ് നമ്മളിൽ നിന്നുണ്ടാവുന്നത്, റിയാക്ഷൻ മറ്റൊരാളുടെ കാരണം കൊണ്ട് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഈ TAയിൽ പറയുമ്പോൾ അങ്ങനെ മറ്റൊരാളുടെ പ്രവർത്തനം കൊണ്ട് നമ്മളിൽ ഒന്നും ഉണ്ടാവില്ല, നമ്മളിലുള്ള പ്രവർത്തനം കൊണ്ട് ഉണ്ടാകും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ റിയാക്ഷൻ ഒരു മറ്റൊരാളുടെ പ്രവർത്തനം കൊണ്ട് നമ്മളിൽ ഉണ്ടാവുമോ? അല്ല സാറേ, അതൊന്ന് ശരിക്കും എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ അതിനെ കൺട്രോൾ ചെയ്യപ്പെടുന്നത് ശരിക്കും അവരെ ആക്ഷൻ ആണെന്നുള്ള. കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാല് നമ്മളെ കൊണ്ട് അവർ ചെയ്യിപ്പിച്ചു. കാരണം നമ്മൾ സന്തോഷത്തിന്റെ താക്കോല് മറ്റേ കൊടുത്ത അവസ്ഥ. ചെയ്യുന്നത് ഞാൻ തന്നെയാണ്, സാധനം എല്ലാം ഓക്കെയാണ്, നമ്മൾ തന്നെയാണ് ഉള്ളത്. പക്ഷെ മറ്റേ നമ്മളൊന്നൊരു ചിന്തിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോ എന്താണ്, നമ്മളൊരു വിവേകപൂർവ്വമുള്ള ചെയ്യലും മറ്റേതൊരു വികാരപ്പുറത്തുള്ള അടിയും. ആ വികാരപ്പുറത്തുള്ള അടിയായിരിക്കും ചില സമയം മറ്റേ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. അതിന് നമ്മൾ നിന്ന് കൊടുക്കുന്നതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ താങ്ക് യു സാർ. താങ്ക് യു. ക്ലാസിനെ കുറിച്ച് ചാറ്റിലും നല്ല അഭിപ്രായങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് സാർ. എല്ലാവർക്കും നന്ദി. ആദ്യം പറഞ്ഞതുപോലെ പിന്നെ അതിന്റെ ക്ലൈമാക്സിലേക്ക് സാറങ്ങ് ഉയർന്നു പോവുകയായിരുന്നു. ആളുകളുടെ പ്രതീക്ഷയിൽ നിന്നും വീണ്ടും ഉയരങ്ങളിലേക്ക് ചാടി പിടിച്ചുകൊണ്ട് പുതിയ സമ്മർദ്ദത്തിൽ നിന്ന് സമ്മർദ്ദം ഇല്ലാതാക്കുന്ന പുതിയ മേഖലകൾ തുറന്നു കൊടുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ നന്നായി അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇത്രയും സമയം അവർ പിടിച്ചു നിന്നു. ഇല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞതുപോലെ പ്രയാസമുള്ള ഒരു സമയത്താണ് തുടങ്ങിയത്, സാർ സൂചിപ്പിച്ചതുപോലെ. എന്നിട്ടും എല്ലാവരും ഈ സമയം വരെ ഇതിൽ നിന്നും നന്നായി ഉൾക്കൊണ്ടു. എല്ലാം നല്ല കണ്ടന്റ് ഫുള്ളായിരുന്നു. അതുപോലെ തന്നെ അവതരണവും നല്ല സിമ്പിളായിരുന്നു. പക്ഷെ അതിന്റെ ഗാംഭീര്യം ഒട്ടും നഷ്ടപ്പെടാതെ ആളുകളെ പറയുന്ന കേൾക്കുന്നില്ല. ഓഡിയോ ഒന്ന് ക്ലിയർ ആക്കുക. ലാപ്പിന്റെ ഓഡിയോ കുറച്ച് കുറവുണ്ട്. ഓക്കെ, ഞാൻ കൂടുതൽ പറയുന്നില്ല, മുഷിപ്പിക്കാതെ വളരെ ഗംഭീരമായി കൊണ്ടുപോയി. ഞങ്ങളുടെ നന്മ കൂടി സാറിന്റെ തുടർ ക്ലാസ്സുകളിൽ അറിയിക്കുകയാണ്. കൂടുതൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാ, ഇല്ലെങ്കിൽ നമ്മൾ അതിന്റെ വൈൻഡപ്പ് കാര്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പോ ഇനി ആരും ഇന്ന് പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കരുതുന്നു. കുറെ പേര്
ചാറ്റിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതിന് വേണ്ടി സ്റ്റഡി സെന്ററിന്റെ SRC എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയുന്നത് പോലെ കേരള ഗവൺമെന്റ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ കൗൺസിലിംഗ്, ലേണിംഗ് ഡിസബിലിറ്റി തുടങ്ങിയ മേഖലകളിൽ പ്രധാനമായും ക്ലാസ്സുകൾ നൽകി വരുന്ന വിദ്യാഭ്യാസ വിഭാഗമാണ്. അതിൻ്റെ സ്റ്റഡി സെന്ററിന്റെ കോർഡിനേഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രധാന വ്യക്തികളിൽ ഒരാളായ വേണുഗോപാലൻ സാറിനെ അതിനുവേണ്ടി ക്ഷണിക്കുന്നു, നന്ദി അറിയിക്കുന്നതിന് വേണ്ടി. ഹലോ ബിനീഷ് സാർ, കേൾക്കുന്നില്ലേ? രാമേന്ദ്ര സാറിന്റെ ഓഡിയോ ചെറിയ പ്രശ്നം. സാർ വളരെയധികം നന്ദി സാർ. കാരണം എനിക്ക് സാറിന്റെ ക്ലാസ് ശരിക്കും പറഞ്ഞാൽ ചെറിയ കുട്ടിയൊക്കെ ഒരു കഥ പറഞ്ഞു കൊടുക്കണം. ഇത്രയും വലിയൊരു കാര്യം സ്ട്രെസ്സിനെ പറ്റി, സ്ട്രെസ് മാനേജ്മെന്റ് എന്നുള്ള ആ വിഷയം സാറ് ശരിക്കും ഒരു കാട്ടിൽ ഒരു സിംഹവും മുയലൊക്കെ ഉണ്ടാകുന്ന ചെറിയ കുട്ടിയൊക്കെ കഥ പറഞ്ഞു കൊടുക്കുന്നില്ലേ? അത്ര സിമ്പിളായിട്ട് എല്ലാവർക്കും നന്നായി മനസ്സിലാവുന്ന വിധത്തിൽ സാറ് നന്നായി ക്ലാസ് എടുത്തു. വളരെ നന്നായിരുന്നു. മാത്രമല്ല ഇത് ശരിക്കും പറഞ്ഞ ഒരു മോട്ടിവേഷൻ ക്ലാസ്സും കൂടി ആയിട്ടാണ് എനിക്ക് തോന്നിയത് സാർ. ഏതായാലും SRCയുടെ പേരിലും നമ്മുടെ ക്രിയേറ്റീവ് സർക്കിൾ എന്ന സ്ഥാപനത്തിന്റെ പേരിലും സാറിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ അബൂബക്കർ സാർ ഇന്ന് ഉണ്ടായിരുന്നു, കുറച്ച് സമയം ഉണ്ടായിരുന്നു. നമ്മളെ സാറിന് വേറെ പരിപാടി ഉള്ളതുകൊണ്ടായിരുന്നു സാറിന്റെ ഇല്ലാതിരുന്നത്. അതുപോലെ തന്നെ ജയരാൻ സാറിന്, ഡോക്ടർ ജയരാൻ സാറിനും ഡോക്ടർ രാമേന്ദ്രൻ സാറിനും SRCയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു സാർ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. ഇന്നത്തെ ക്ലാസ് സമാപിച്ചതായി അറിയിക്കുന്നു. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എന്റെ വകയും SRCക്കും ക്രിയേറ്റീവ് സർക്കിളിനും ഇത്ര സമയം എന്നെ ശ്രവിച്ച നല്ലവരായ സുഹൃത്തുക്കൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു.